ടോട്ടോ ഒരു കോട്ടൺ കാൻഡി സ്ലൈഡിലൂടെ തെന്നിയിറങ്ങി. മിമി മാഷ്മയാലോ ട്രാംപോളിനുകളിൽ ചാടി. ഹലോ കൂട്ടുകാരെ, ഇത് മിഠായി ദ്വീപ് കഥയുടെ 3-ാം ഭാഗമാണ്. ബാക്കി 2 ഭാഗവും ടൂട്ടി ഫ്രൂട്ടി TV ചാനൽ കയറി കണ്ടിട്ട് വീഡിയോ കാണണേ. അപ്പോൾ നമ്മൾക്ക് കഥയിലേക്ക് കടക്കാം. അങ്ങനെ അധികം വൈകാതെ അവർ വലിയൊരു ചോക്ലേറ്റ് അഗ്നിപർവ്വതത്തിന് മുന്നിലെത്തി. ചൂട് കൂടുന്നുണ്ടോ അതോ എനിക്ക് മാത്രം തോന്നുന്നതാണോ? സിഗി പരിഭ്രാന്തനായി പിറുപിറുത്തു. ഒരു ലാവക്കുമില പൊട്ടി ടോട്ടോയുടെ വിരലുകളിൽ ചോക്ലേറ്റ് തെറിച്ചു. നമുക്കിതിലൂടെ വേഗം താഴേക്ക് തെന്നിയിറങ്ങാം, തയ്യാറാണോ? മിമി വിളിച്ചു ചോദിച്ചു. മറുത്തൊന്നും പറയാതെ ടോട്ടോ ആ ചോക്ലേറ്റ് സ്ലൈഡിലൂടെ ഊർന്നിറങ്ങി. പിന്നാലെ മിമിയും. അവളുടെ കണ്ണടകൾ തലയിൽ കഷ്ടിച്ചു പിടിച്ചു നിന്നു. സിഗി തമാശയായ ഒരു കറക്കത്തോടെ ചിറകടിച്ചു പറന്നു. എന്നിട്ട് സ്ലൈഡിൽ കൃത്യമായി ഇറങ്ങി. അവർ ചിരിച്ചുകൊണ്ട് താഴെയുള്ള ചോക്ലേറ്റ് കുളത്തിലേക്ക് വീണു. അഗ്നിപർവ്വതം സൗമ്യമായി ഇളകിയപ്പോൾ അവർ മധുരപലഹാരങ്ങൾ നിറഞ്ഞ ഒരു തുരങ്കത്തിലൂടെ പുറത്തേക്ക് പോയി. പിന്നീട് അവർ 3 തിളങ്ങുന്ന ചിഹ്നങ്ങളുള്ള ഒരു മിഠായി ഗേറ്റിന് മുന്നിലെത്തി. ഒരു ഹൃദയം, ഒരു സിംഹം, 3 കൂട്ടുകാർ കൈകോർത്തു നിൽക്കുന്നത്. മിമി പാലത്തിലെ കടങ്കഥ ടീം വർക്കിലൂടെ പരിഹരിച്ചതും കുമിളക്കുടുക്കയിൽ നിന്ന് സിഗിയെ രക്ഷിച്ചതും സിഗി അഗ്നിപർവ്വതത്തിലൂടെ ധൈര്യത്തോടെ ഊർന്നിറങ്ങിയതും അവർ ഓർത്തു. അപ്പോൾ ഒരു മൃദുവായ ശബ്ദമുയർന്നു. ദയയും ധൈര്യവും ടീം വർക്കുമാണ് താക്കോലുകൾ. ഓരോ കൂട്ടുകാരനും അവരുടെ പ്രത്യേക ഗുണങ്ങളുമായി ബന്ധപ്പെട്ട ചിഹ്നത്തിൽ തൊട്ടു. മിഠായി കോൺഫിറ്റിയുടെ ഒരു കൂട്ടം ചിതറിക്കൊണ്ട് ആ വാതിലുകൾ തുറന്നു. മിഠായി സമയമായി, സിഗി ആഹ്ലാദിച്ചു. അവർ മധുരപലഹാരങ്ങളുടെ ദ്വീപിലെത്തി. അവിടെ ലോലിപോപ്പ് മരങ്ങളും നിറയെ മധുരമുള്ള അരുവികളും ഉണ്ടായിരുന്നു. ടോട്ടോ ഒരു കോട്ടൺ കാൻഡി സ്ലൈഡിലൂടെ തെന്നിയിറങ്ങി. മിമി മാഷ്മയാലോ ട്രാംപോളിനുകളിൽ ചാടി. സിഗി തലങ്ങും വിലങ്ങും പറന്നു നടന്നു. 3 പേരും ഒരുമിച്ച് നിന്നപ്പോൾ ആകാശത്തു നിന്ന് മഴയായി മിഠായികൾ താഴേക്ക് വീണു. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു മിഠായി ആത്മാവ് അവരുടെ അടുത്തേക്ക് വന്നു. നിങ്ങൾ രഹസ്യം കണ്ടെത്തി. ദയയും ടീം വർക്കും പിന്നെ കളിയും ഓർക്കുക. മിഠായി പങ്കുവെക്കുന്നതാണ് ഏറ്റവും മധുരമുള്ള കാര്യം. 3 തലകുലുക്കി. പങ്കിടാൻ വേണ്ടി ചെറിയ സഞ്ചികളിൽ മധുരപലഹാരങ്ങൾ നിറച്ചു. അവർ ആത്മാവിനോടും ദ്വീപിലെ സുഹൃത്തുക്കളോടും വിട പറഞ്ഞ് തങ്ങളുടെ ഇലത്തോണിയിൽ കയറി. എന്തൊരു സാഹസിക യാത്ര! അവർ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ തൊട്ടു പതിയെ പറഞ്ഞു. വീട്ടിലെത്തി അവർ തങ്ങളുടെ കൂട്ടുകാർക്ക് മിഠായികൾ കൊടുത്തു. എല്ലാവരും സന്തോഷിച്ചു. അവസാനം ഒരു മൃദുവായ ശബ്ദം ഓർമ്മിപ്പിച്ചു. ദയയും ടീം വർക്കും കുറച്ച് തമാശയും നിങ്ങളെ മധുരമുള്ള ഒരു സാഹസിക യാത്രയിലേക്ക് നയിക്കും. അപ്പോ കൂട്ടുകാരെ, നമ്മളെ മിഠായി ദ്വീപിലേക്കുള്ള യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ പിന്നെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ഈ കഥയുടെ ഫുൾ കഥ ഒരു വീഡിയോയിലായി നാളെ തന്നെ വരുന്നതാണ്. അത് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ ബെല്ലൈക്കൺ കൂടെ ഓണാക്കി വെക്കണേ. അപ്പോ ബൈ ബൈ കൂട്ടുകാരെ.